ഹായ് ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്ന് ദേവുട്ടിക്ക് അംഗൻവാടിയിൽ പ്രവേശനോത്സവമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും അരുന്തട്ടനും ഒക്കെ രാവിലെ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത്. കാരണം ഈ ജോലിക്ക് പോവുകയും കുട്ടികളെ കാര്യങ്ങൾ നോക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന എല്ലാം കൂടെ ചെയ്യുന്ന അമ്മമാരുണ്ടല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലേ അവരെ കാര്യങ്ങൾ. നമ്മളിപ്പോൾ വീട്ടിലേ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് അത്രയും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം നമ്മൾ എണീറ്റ് നമ്മളെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോയാൽ മതി. ശരിക്കും ഞാൻ ഇന്ന് അവളെ ഒന്ന് 10 മണിക്ക് ആക്കി കൊടുക്കുന്നതിന് തന്നെ രാവിലെ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് സാധാ അരിദോശ ഉണ്ടല്ലോ, അരിദോശയും പിന്നെ നമ്മളെ ചെറുപയറിൻ്റെ കറിയും കൂടി ആയിരുന്നു ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി അടുക്കളയിലൊക്കെ നിന്നിട്ട് പെട്ടെന്ന് ആക്കിയതാണ്. അരുന്തട്ടനും 10 മണിയൊക്കെ ആകുമ്പോഴേക്കും പോണ അരുന്തട്ടനും പോന്നായിരുന്നു കേട്ടോ പ്രവേശനോത്സവത്തിന്. അവൾക്കിപ്പോൾ 3 വയസ്സ് ആയിട്ടില്ല, 2 വയസ്സ് 8 മാസം ആയിട്ടുള്ളൂ. എന്നാലും പ്രവേശനോത്സവത്തിന് കൊണ്ടേ ആക്കിയിട്ട് പിന്നെ പോയിട്ടില്ല കേട്ടോ അംഗൻവാടിയിൽ. അപ്പോൾ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് കൊണ്ടേ ആക്കി കൊടുത്തതായിരുന്നു. അവൾക്ക് നല്ല ഇഷ്ടമാണ് പോവാനായിട്ട്. ഇപ്പോൾ അത്ര അങ്ങ് ഇഷ്ടമല്ല, കൊണ്ടയാക്കി കൊടുത്ത് അവിടെ നിർത്തുന്നതൊന്നും അത്ര ഇഷ്ടമല്ല. കരയും, പെട്ടെന്ന് കരയും. അപ്പോൾ പിന്നെ ഞാൻ ദോശയൊക്കെ ആക്കുന്നതിന് ഇടയിൽ തന്നെ സാമ്പാറിനുള്ളതും കൂടി നുറുക്കി വെക്കുന്നുണ്ട്. സാമ്പാറും ചോറും പിന്നെ ഉപ്പേരിയും പപ്പടവും ഒക്കെ പെട്ടെന്ന് ആക്കുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് ഒരുമിച്ചങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ വന്നാൽ ഒരു പണിയെടുക്കണ്ടല്ലോ. അപ്പോൾ രാവിലെ എല്ലാം കൂടെ നല്ല സ്പീഡിൽ വേഗം ആക്കുവാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. ഞാനിപ്പോൾ രാവിലെ തന്നെ എല്ലാ പണിയും തീർത്ത് വെക്കാറുണ്ട് എല്ലാ ദിവസവും. പക്ഷെ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്ന പോലെ തോന്നി. എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി തോന്നി കേട്ടോ. ശരിക്കും ഇത് എന്നും ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ അത്രയും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ എനിക്കിന്ന് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, അത് ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര നമുക്കൊന്ന് പെട്ടെന്ന് ചെയ്യുമ്പോഴേ ആകെ രാവിലെ തന്നെ കുളിച്ചതൊക്കെ ആയിരുന്നു. എന്നിട്ട് ആകെ വിയർത്തൊലിച്ച് ആകെ ഒരു കഥയായിരുന്നു അന്നത്തെ ദിവസം. 10 മണിയൊക്കെ ആകുമ്പോഴേക്കും എല്ലാം റെഡി ആവണമല്ലോ എന്നുള്ളൊരു ഇതായിരുന്നു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചോറും കൂട്ടാനൊക്കെ ഞാൻ രാവിലെ തന്നെ ആക്കും. ബാക്കിയുള്ള പണികളൊക്കെ തന്നെ ഉണ്ടാവാറുള്ളൂ കേട്ടോ. ഇന്ന് പിന്നെ എല്ലാം കൂടി അങ്ങ് ആക്കി വെക്കുകയാണ് രാവിലെ തന്നെ. അപ്പോൾ കുക്കറിൽ വേഗം ചെറുപയർ കറി ഉണ്ടാക്കി മാറ്റി വെച്ചിട്ട് വേഗം സാമ്പാറിനുള്ളതും കൂടെ വെച്ചിട്ടുണ്ട്. സാമ്പാറും കൂടി വെച്ചിലടിച്ച് കഴിഞ്ഞാൽ പിന്നെ ചോറിനുള്ളതും വെച്ചിട്ട് ഉപ്പേരിയും പപ്പടവും ഒക്കെ വേഗം ആക്കുന്നുണ്ട്. എന്നാൽ പിന്നെ രാവിലെ എണീച്ചപ്പോൾ തന്നെ വേഗം കുളിച്ച് ഫ്രഷ് ആയതുകൊണ്ട് പിന്നെ കുളിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ആകെ വിയർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആകെ ഒരു ടെൻഷനും വെപ്രാളവും ഒക്കെ കൂടെ ആയി. അങ്ങനെ പോകണല്ലോ എന്ന് കരുതിയിട്ട് ആകെ ഒരു ടെൻഷനും വെപ്രാളവും ആയിപ്പോയി. അല്ലെങ്കിൽ പിന്നെ ഞാൻ രാവിലെ തന്നെ എല്ലാം ആക്കാറുണ്ട്, ഇങ്ങനെ കറിയും ഒക്കെ ആക്കാറുണ്ട്. എന്നാൽ പിന്നെ ദേവുട്ടിൻ്റെ കൂടെ തന്നെ ഇരിക്കാമല്ലോ, ദേവുട്ടിന് പിന്നെ വേറെ പണിയൊന്നും എടുക്കണ്ടല്ലോ, അടുക്കളയിലോട്ടൊന്നും കയറണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ രാവിലെ അരുന്തട്ടം പോകുന്നതിന് മുന്നേ തന്നെ എല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ ഇന്നൊരു വെപ്രാളം പിടിച്ചൊരു ദിവസമായിപ്പോയി. അപ്പോൾ സാമ്പാറിനുള്ള നമ്മൾ തേങ്ങ വറുത്തരച്ച സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള തേങ്ങയൊക്കെ അരച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എന്തൊക്കെയാ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഒരുപാടൊന്നും കാണിച്ചിട്ടില്ല. എല്ലാം കൂടെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ അന്നത്തെ ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണെങ്കിലോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തുടയ്ക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് പോയാൽ പിന്നെ വന്നിട്ട് പിന്നെ പണിയൊന്നും എടുക്കണ്ടല്ലോ. കാരണം പിന്നെ എപ്പോഴാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എല്ലാം പെട്ടെന്ന് തന്നെ തീർത്ത് വെച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ എന്ന് കരുതിയിട്ട് എല്ലാം കൂടെ വേഗം ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ അരുന്തേട്ടൻ ഡ്രസ്സൊക്കെ മെഷീനിലോട്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനതിന് ഒന്ന് സ്പിൻ ചെയ്തിട്ട് അയലമേൽ ഇടാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ദേവുട്ടി എണീച്ചായിരുന്നു. അപ്പോൾ അവളെയും കൊണ്ടുപോയിട്ട് അയലമേൽ ഇടുന്നുണ്ട് കേട്ടോ. അവളും എൻ്റെ കൂടെ വന്നായിരുന്നു. നേരെ അരുന്തേട്ടൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെൻ്റെ കൂടെ വന്നിട്ട് അയലമേൽ ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് ഇടുന്നുണ്ട്. ഇന്നിപ്പോൾ വെയിൽ കാണുന്നതുകൊണ്ടാണ് പുറത്തിടുന്നത്. ഇപ്പോൾ നല്ല മഴയായതുകൊണ്ട് നമ്മൾ ദാർപ്പായൻ്റെ ചോട്ടിലാണ് ഡ്രസ്സൊക്കെ ഇടാറ്. പിന്നെ ഇന്ന് നല്ല മഴയായതുകൊണ്ട് വെയിലായതുകൊണ്ട് പുറത്ത് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ അവളെ ഒരുക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഒരുക്കാനൊന്നും ആൾ നിന്നിരുന്നില്ല. അപ്പോൾ ഫോൺ വെച്ചിട്ട് നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. മുടിയൊക്കെ ഒന്ന് ചീയൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നൊക്കെ ഉണ്ട്. ആൾക്ക് അംഗൻവാടി പോവാൻ നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ 2 ദിവസം ഞാൻ കൊണ്ടാക്കി കൊടുത്തായിരുന്നു കേട്ടോ, ചുമ്മാ ഉച്ച വരെ ആയിരുന്നോട്ടെ എന്ന് എഴുതിയിട്ട്. ആ 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര എന്നെ കാണാതായപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. അങ്ങനെ ഞാൻ പോയിട്ട് വിളിച്ചിട്ട് വന്നു. അപ്പോൾ പിന്നെ അംഗൻവാടി പോവാന്ന് പറയുമ്പോൾ ആൾക്ക് പോവണ്ടെന്നാണ്. പക്ഷെ എനിക്ക് കൊണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര സങ്കടമാണ്. കാരണം അവൾ ജനിച്ചിട്ട് ഇത്രയും കാലം എൻ്റെ അടുത്തുനിന്ന് മാറി നിന്നിട്ടില്ല. എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുന്ന ആളാണ്. അപ്പോൾ മാറ്റി നിർത്തുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അത് മാറ്റി നിർത്തുന്ന ഇപ്പം നമുക്ക് കുഴപ്പമില്ല, അംഗൻവാടിയിലാവുമ്പോൾ നമുക്ക് എപ്പോഴാണ് അവർ കരയുന്നതെന്ന് വെച്ചാൽ വിളിച്ചു കൊണ്ടുവരാം. പക്ഷെ കുറച്ചൊക്കെ കഴിയുമ്പോഴുള്ള കാര്യമൊന്നും ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം വരുവേ. അപ്പം ഞാൻ 2 ബുക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, വെറുതെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടിഷ്യൂ പേപ്പറൊക്കെ പൊതിഞ്ഞ് അതിലിട്ട് കൊടുക്കുന്നുണ്ട്. മുഖമൊക്കെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ തുടയ്ക്കാമല്ലോ എന്ന് കരുതിയിട്ട് അതൊക്കെ ഒന്ന് ആക്കി പാക്ക് ചെയ്തിട്ട് വാട്ടർ ബോട്ടിലും കൂടെ വെച്ചിട്ട് ബാഗൊക്കെ ഒന്ന് ഒരുക്കി കൊടുക്കുന്നുണ്ട്. ബാഗൊക്കെ ഇട്ട് പോകാൻ ആൾക്ക് ഇഷ്ടമുണ്ട്. അപ്പോൾ ബാഗൊക്കെ ഇട്ട് ഇന്ന് നല്ല ഇഷ്ടത്തോടെ കൂടി തന്നെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പോയിട്ട് പിന്നെ പരിപാടിയൊക്കെ ഒരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞു ഇവിടെ നിർത്തിയിട്ട് പൊക്കോ, കരഞ്ഞാൽ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 12:45 ഒക്കെ ആയപ്പോഴേക്കും ആൾ കരഞ്ഞിട്ട് ടീച്ചർ എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഓടിപ്പോയി കൂട്ടി കൊണ്ടുവന്നു കേട്ടോ. ഭയങ്കര സങ്കടപ്പെട്ടിട്ട് കരയും. അപ്പോൾ പിന്നെ ഞാൻ വേഗം പോയിട്ട് കൂട്ടി കൊണ്ടുവന്നു. ഇപ്പം ഇങ്ങനെ പോകുന്നുണ്ട്. ഇനി സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഭയങ്കര സങ്കടമായി പോവുക. കാരണം എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവുമ്പോൾ പിന്നെ വിട്ട് നിൽക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും. അവളിപ്പോൾ ഉണ്ടായതിന് ശേഷം എന്നെ വിട്ടിട്ട് നിന്നിട്ടേ ഇല്ല കേട്ടോ. ആദ്യമായിട്ടാണ് അപ്പോൾ അംഗൻവാടിയിലൊന്ന് കുറച്ച് നേരം ആക്കി കൊടുക്കുന്നത്. ഇനി 3 വയസ്സാകുമ്പോൾ കറക്റ്റിൽ തന്നെ ആക്കാമെന്ന് കരുതിയിട്ടാണ്. ഇപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ആക്കി കൊടുത്താൽ അവർക്കും അതുമായിട്ട് അങ്ങ് ഇണങ്ങി പോയിക്കോളും. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അവൾക്ക് എന്നെ കാണാതെ കുറച്ച് നേരമേ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബാഗൊക്കെ ഇട്ട് ആൾ പോകുന്നുണ്ട് നടന്ന് പോകാമെന്ന് കരുതിയിട്ട്. പക്ഷെ അരുന്തട്ടനും ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ബൈക്കിലായിരുന്നു കേട്ടോ അന്ന് പോയിട്ടുണ്ടായിരുന്നത്. കാരണം അരുന്തട്ടൻ ഞങ്ങളുടെ കൂടെ കുറച്ച് നേരം അവിടെ ഉണ്ടായിരുന്നു, അംഗൻവാടിയിൽ ഉണ്ടായിരുന്നു. പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ പിന്നെ ബൈക്കിൽ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് അംഗൻവാടിയിലോട്ട്. അപ്പോൾ എത്തിയതിന് ശേഷം അവൾക്ക് ഫ്രണ്ട്സിനെയും കാര്യങ്ങളും കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. ആളായ്മലൊക്കെ കളിക്കുകയായിരുന്നു. അവൾക്ക് അതൊക്കെ അവിടെ ചെന്നാൽ കുട്ടികളെ എല്ലാവരെയും കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ നമ്മൾ ഉണ്ടാകുമ്പോൾ അവൾക്ക് കുഴപ്പമില്ല. നമ്മളവിടെ ആക്കിയിട്ട് പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമാണ് കേട്ടോ. അപ്പം നമ്മളെല്ലാവരും ചെന്നിട്ട് തന്നെയാണ് ബലൂണ് ഊതി അവിടെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ എടുത്തത് ഞങ്ങളെല്ലാവരും ചെന്നതിന് ശേഷമാണ് കേട്ടോ. കുറച്ച് അധികം കുട്ടികളൊന്നും ഇല്ലാത്ത അംഗൻവാടിയാണ്. അതുകൊണ്ട് തന്നെ അവർ നോക്കാനും ഒക്കെ നല്ല സിമ്പിളാണ് കേട്ടോ. ടീച്ചർക്കായാലും ഒക്കെ നല്ല സുഖമാണ്. കാരണം കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവർക്ക് ഗിഫ്റ്റൊക്കെ അവിടെ ഉള്ള ആൾക്കാരൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ റോസാപ്പൂവൊക്കെ കൊടുത്തിട്ട് അംഗൻവാടിയിലോട്ട് കയറ്റുവാണ് അവരെ. അപ്പോൾ ആൾക്ക് അങ്ങനെ കയറണമെന്നൊന്നും അറിയില്ല. അപ്പോൾ ടീച്ചർ കൈയൊക്കെ പിടിച്ച് കയറ്റി കൊടുക്കുകയാണ്. പിന്നെ എല്ലാവരും വന്ന് മിഠായിയും പായസവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്